മറ്റേ തള്ളിക്കൊണ്ടാ പോയത്. ഒരു റിപ്പീറ്റഡ് പ്രോസസ്സായി, പൊക്കും ഇടും പോവും. വലിയൊരു അഡ്വഞ്ചറസ് ജേണിയാണ് നടത്തിയത്. പിന്നെ വർഷോപ്പ് ഇട്ടിട്ട് പിന്നെ കോവിഡ് വന്നു. പട്ടി കണ്ടോട്ടെ, അതും വൈറലായിക്കോട്ടെ. ബെൻസ് കൊണ്ടുനടക്കുന്ന ഒരു മൈലേജാണ് ഇവർ ഈ വണ്ടി എടുത്ത സമയത്ത് ചിന്താമണി എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്ന് വരുന്ന സമയത്തുള്ള ഒരു കലക്കൻ സ്റ്റോറി ഉണ്ട്. അത് നമുക്ക് എബിൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാം. രസമാണ് കേട്ടോ. അപ്പോൾ ചിന്താമണിയിൽ ഞാൻ വണ്ടിയെല്ലാം ഓട്ടിച്ച് നോക്കി. ഓക്കെ. അപ്പോൾ വളരെ സന്തോഷമായി. ഞാൻ ഫുൾ എനർജിയിൽ ഞാൻ വണ്ടി നല്ല ഓടുന്നുണ്ട്, നല്ല വണ്ടി 25,000 രൂപയ്ക്ക് കിട്ടി, ഇതെവിടെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എടുത്തു. വണ്ടി എടുത്ത് എല്ലാം ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ച് വണ്ടി എടുത്ത് കുറച്ചു ദൂരം വന്നപ്പോൾ ബ്രേക്ക് ഔട്ടിയിട്ട് ഒരു വീലിൽ മാത്രമേ ബ്രേക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി 3 വീലിലും ബ്രേക്ക് കിട്ടില്ല. വണ്ടി എടുത്ത് എത്ര കിലോമീറ്റർ ഓടിയതിനു ശേഷം? അത് ഞാനിപ്പം ഓൾമോസ്റ്റ് ഒരു 2-3 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. 2-3 കിലോമീറ്റർ ആയപ്പോൾ തന്നെ ബ്രേക്ക് പിടിച്ചിട്ട് ഒരു വീല് മാത്രം അങ്ങ് നിൽക്കുകയാണ്, ബാക്കിയെല്ലാം വണ്ടി റോളിംഗ് ആണ്. അപ്പോൾ മനസ്സിലായി ബ്രേക്ക് കുറച്ചല്ല നല്ലോണം കുറവാണ്. ഞാൻ കുറച്ച് സൂക്ഷിക്കണമെന്ന് വിചാരിച്ച് പിന്നെ സ്ലോ ആയി. പിന്നെ ഹൈവേയിൽ ഞാൻ നല്ല സ്ലോയിൽ ഒട്ടിച്ചു വന്നു. അപ്പോൾ ബാംഗ്ലൂർ എത്തി. ചിന്താമണിയിൽ നിന്ന് ബാംഗ്ലൂർ ഓൾമോസ്റ്റ് 75 കിലോമീറ്റേഴ്സ് ഓടിയെത്തി. അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു 5 കിലോമീറ്റർ വരെ എത്തിയ വണ്ടിയുടെ വർക്ക്ഷോപ്പ് എത്തി. ഓക്കെ. അപ്പോൾ ഞാൻ അവിടെ ഒരു ഫ്ലൈ ഓവർ കയറുന്ന വഴിയിൽ ഒരു ബാക്കിലൊരു നല്ലൊരു സൗണ്ട് കേട്ടു. എന്താ പൈസ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ എന്താ സൗണ്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ചുമ്മാ തലയിട്ട് ഞാൻ വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ ലിറ്ററലി ഷോക്കായിപ്പോയി. നമ്മുടെ ഈ ഒരു വീല് പതുക്കെ ഇങ്ങനെ ഊരിങ്ങി വരുക. ഊരിയിട്ട് ആ ആക്സിലിൻ്റെ ആ റോഡിൽ മാത്രം ഇങ്ങനെ തൊട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുമോ വീല്. അപ്പം പിന്നെ പെട്ടെന്ന് ഞാൻ ചവിട്ടി നിർത്തി. നല്ല ട്രാഫിക് ആയിരുന്നു. ട്രാഫിക്കിൻ്റെ ഇടയിൽ വെച്ച് വണ്ടി നിർത്തേണ്ടി വന്നു. അപ്പോഴേ പപ്പ ഇറങ്ങി. കിട്ടുന്ന പണി അറിയാലോ അല്ലേ. ഓക്കെ. ബാംഗ്ലൂർ ട്രാഫിക്കിലെ വണ്ടി വീലൂരി പോയിട്ട് ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ബാംഗ്ലൂരിൽ സ്റ്റേ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും ആ ഒരു KNK സംഭവം എങ്ങനെ വർക്കൗട്ട് ആവുന്നുള്ളത്. അതെ. പിന്നെ പെട്ടെന്ന് ഞാൻ വണ്ടി നിർത്തി. സൈഡിലോട്ട് നിർത്താനും പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ വീലൂരി വന്നു. അപ്പോൾ പെട്ടെന്ന് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. അന്നൊരു നാഷണൽ ഹോളിഡേയും കൂടെ ആയിരുന്നു. ഐ തിങ്ക് ജൂൺ സമയത്ത് ഒരു ഹോളിഡേ സമയത്താണ് ഞാൻ പോയി എടുത്തത്. അപ്പോൾ പിന്നെ വർക്ക്ഷോപ്സ് എല്ലാം ക്ലോസ്ഡാണ്. ഓക്കെ. അപ്പോൾ പെട്ടെന്ന് നമ്മളെ തലയിൽ ഫ്ലാഷ് ആയത് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ലേബറേഴ്സ് കുറച്ച് പേരുണ്ട്. അപ്പോൾ പറഞ്ഞു നമുക്ക് അവരെ വിളിച്ചുകൊണ്ട് വരാം, അവരെ കൊണ്ട് തിരിച്ചിടിപ്പിച്ച് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ പോയി അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ആദ്യം പിന്നെ വണ്ടി വളരെ വെയിറ്റ് കുറഞ്ഞ വണ്ടിയാണ്. കമ്പയർഡ് ടു ഓൾ ക്ലാസിക് കാർസ് വെയിറ്റ് ഇല്ല വണ്ടി. ഓക്കെ. സോ നമ്മൾ ബാക്ക് കൊണ്ട് കുറച്ച് ലിഫ്റ്റ് ചെയ്തു, വീലകത്തോട്ടിട്ടു, കുറച്ച് ദൂരം പോയി. അപ്പം കുറച്ച് ദൂരം പോയപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നി. കുറേ ദൂരം ഫ്രണ്ട്സ് ആരാ വന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു? അത് കുറച്ച് നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ വർക്ക് ചെയ്ത പിള്ളേരുണ്ടായിരുന്നു. കുറച്ച് നോർത്ത് ഇന്ത്യൻ പിള്ളേർ വർക്ക് ചെയ്യായിരുന്നു. ഓക്കെ. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ പെട്ടെന്ന് വന്നു. അവരെ ഉണ്ടായിരുന്നാണ് നമുക്ക് വിളിക്കാനായിട്ട്. കാരണം കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമ്മളെ വർക്ക്ഷോപ്പ്. അപ്പോൾ ഒരു ടോ ട്രക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവില്ല എന്ന് മനസ്സിലായി. അപ്പം പിന്നെ അത് തന്നെ ചെയ്തത്. അവർ പിന്നെ പൊക്കിയിട്ട് വീൽ അങ്ങനത്തെ അകത്തിട്ടു. വേറെ ഒന്നുമില്ല, വീൽ അകത്തിട്ടു ഓടി. എൻജിനൊന്നും ഓൺ ചെയ്തില്ല. നമ്മുടെ മറ്റേ തള്ളിക്കൊണ്ടാ പോയത്. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ആള് ഊരി വരിക. ഇത് അങ്ങോട്ട് ഇരിക്കുന്നില്ല, ഊരി വരുന്നു, ഊരി വരുന്നു. പിന്നെ നമ്മൾ ഒരു 2 മീറ്റർ ഇല്ല, നമ്മളൊരു 500 കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ ഊരി വരും. പിന്നെ അതൊരു റിപ്പീറ്റഡ് പ്രോസസ്സായി, പൊക്കും ഇടും പോവും. അങ്ങനെ ഒരു ഓൾമോസ്റ്റ് 1 കിലോമീറ്ററോളം പോയി പലതരം വർക്ക്ഷോപ്പിൽ എത്തിച്ചു. അങ്ങനെ അയ്യോ. അപ്പോൾ വലിയൊരു അഡ്വഞ്ചറസ് ജേണിയാണ് നടത്തിയത്. പിന്നെ വർക്ക്ഷോപ്പിൽ ഇട്ടിട്ട് പിന്നെ കോവിഡ് വന്നു. പട്ടി കണ്ടോട്ടെ, അതും വൈറലായിക്കോട്ടെ. ഗാരേജ് വരെ എത്തിച്ചു. പിന്നെ ഗാരാജിൽ ഓൾമോസ്റ്റ് 3 monthsോളം വണ്ടി ചുമ്മാ നടന്നു. ഓക്കെ. കോവിഡ് ടൈം ആയതുകൊണ്ട് റെസ്ട്രിക്ഷൻസ് ഒന്നും, ആ ഫൈനൽ ലാസ്റ്റ് ലോക്ക്ഡൗൺ ആയപ്പോൾ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവിടെ ഓൾമോസ്റ്റ് 3 monthsോളം വണ്ടി ചുമ്മാ നടന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെയാണ് നമ്മൾ പണിയാൻ തുടങ്ങിയ വണ്ടി. ഈ വണ്ടി എടുത്തതിന് ശേഷം നമ്മൾ ഗ്യാരേജിൽ എത്തിച്ചു. ഇതിൻ്റെ പണികൾ പിന്നീട് തുടങ്ങി കോവിഡിന് ശേഷം അല്ലേ? അപ്പോൾ അതിന് ശേഷം എന്തെല്ലാം പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നു?
അതിനുശേഷം പ്രോബ്ലംസ് എന്ന് പറയാൻ ഒരുപാടുണ്ട്. കാരണം ഞാൻ ഇതുവരെ വണ്ടി ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് പണിയോ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ ഈ യൂട്യൂബിൽ കാണുന്നതും പിന്നെ നമ്മൾ ഈ വീഡിയോസിൽ കണ്ടുള്ള ഒരു അനുഭവമേ ഉള്ളൂ നമുക്ക്. ഒരു ക്ലാസിക് കാർ എടുക്കുന്നു, പണിയുന്നു. അപ്പം ഒരു യൂട്യൂബ് ചാനലിൽ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി അറിയില്ല. നമുക്കിത് പണിയാനുള്ള ഒരു പ്രയാസം എന്തൊക്കെ വരും, എന്തൊക്കെ പ്രോബ്ലംസ് വരും എന്നൊന്നും അറിയില്ല. തീർച്ചയായും. പക്ഷേ ഞാൻ എടുത്ത് പണിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇത്രത്തോളം ഒരു ചാലഞ്ചിങ് വർക്കാണ് ഈ റെസ്റ്റോറേഷൻ. നമ്മളിപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്തില്ലെങ്കിലും ഒരുപാടൊരു എഫേർട്ട് ഇട്ടാലേ നമുക്ക് ഇതിങ്ങനെ ഒരു ഫിനിഷിങ് സ്റ്റേജിൽ എത്താൻ പറ്റുള്ളൂ. ഒരു സ്റ്റാർട്ടിങ് വണ്ടിയായിട്ട് എടുക്കണോ ഐ വുഡൻറ്റ് റെക്കമെൻഡ്. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഓഫ് ഓൾ പാർട്സ്. ഒരു ക്ലാസിക് കാർ എടുക്കുമ്പോൾ ആർക്കായാലും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പാർട്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് വരുമെന്ന് വിചാരിച്ചു. അപ്പോൾ കെയർ മാർക്കറ്റിൽ ഉള്ള ബെസ്റ്റ് ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പഴയ വണ്ടിയുള്ള പാർട്സ് മാത്രം ഡീൽ ചെയ്യുന്നു. അദ്ദേഹത്തെ എനിക്ക് കിട്ടിയുണ്ട് ഐ എസ്കേപ്പ്. കാരണം എന്ത് പാർട്സ് വേണോ, ഏത് പാർട്ട് വേണോ എത്തിച്ചേരാം. ഇപ്പോൾ ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിലും അദ്ദേഹം ബോംബെയിൽ നിന്നോ കോയമ്പത്തൂരിൽ നിന്ന് വരുത്തിച്ച് തന്നിട്ട് വരെയുണ്ട്. അപ്പം ഈ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇപ്പോൾ കിട്ടാനില്ലാത്ത സാധനമായിരുന്നു. ഒറിജിനൽ പാർട്സ് തന്നെ. അപ്പോൾ ഇത് കിട്ടാനില്ലാത്തതുകൊണ്ട് പിന്നെ ഈ കോയമ്പത്തൂരിന് വരുത്തിച്ച് തന്നെയാണ്. അങ്ങനെ. സോ അപ്പം ചാലഞ്ചസ് വരും. ബട്ട് ഇതെല്ലാം ഓവർകം ചെയ്യാൻ പറ്റിയ ഓൾമോസ്റ്റ് ഞാൻ ഒരു 1.5 ഇയേഴ്സിൻ്റെ എഫേർട്ടാണ് ഈ കാണുന്നത്. ഒരു 1.5 ഇയേഴ്സിൻ്റെ വർക്ക് ഉണ്ട് ഈ വണ്ടിയിൽ. മുംബൈയിലാണല്ലോ ഇതിൻ്റെ പ്രീമിയർ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ കൂടുതലും ഇപ്പോൾ ടാക്സി ഒക്കെ ആയിട്ട് ഓടുന്നത് പത്മിനിയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ പത്മിനി ടാക്സി ആയിട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പാർട്സ് ഇപ്പോഴും കിട്ടുന്നത്. ഇത്രയും വണ്ടികൾ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പം ഒറിജിനൽ പാർട്സ് അല്ലെങ്കിലും വേറെ പ്രൈവറ്റ് കമ്പനീസ് ഒരുപാട് പാർട്സ് ഒക്കെ ഉണ്ടാക്കി, റീപ്ലേസ്മെൻറ്റ് പാർട്സ് ആയിട്ട്, OEM അല്ലാതെ. സോ ദാറ്റ് ഈസ് വൈ നമുക്കിപ്പം പെട്ടെന്നൊരു പാർട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ പാർട്സ് കിട്ടാറുണ്ട്. ഇപ്പോൾ ടെയിൽ ലാംപ്സ് ഒക്കെ ആണെങ്കിലും പക്ക OEM അല്ല, പാലിൻ്റെ സാധനമല്ല. അതൊരു സെക്കൻഡ് കമ്പനി ഉണ്ടാക്കിയ സാധനമാണ് ഇപ്പോൾ കിട്ടുന്നത്. ഒറിജിനൽ ഇപ്പോൾ കിട്ടാനില്ല. പിന്നെ ബമ്പറൊക്കെ പിന്നെ ഞാൻ സെക്കൻഡ് ഹാൻഡ് ആസ് ഐ ടോൾഡ് ശിവാജിനഗറൊക്കെ പോയി ഈ പീസ് ഒന്നും കിട്ടാനില്ലാത്ത സാധനങ്ങളാണ്. ഇതൊക്കെ പുതിയത് കിട്ടില്ല. നമ്മൾ സെക്കൻഡ് ഹാൻഡ് തന്നെ എടുത്ത് പ്ലേറ്റ് ഒക്കെ ചെയ്തെടുത്ത സാധനമാണ്. അത് ശരി. അപ്പോൾ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതും പ്ലാസ്റ്റിക് ആണ്, ഇറ്റ് ഇസ് നോട്ട് മെറ്റൽ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനലും കിട്ടാനില്ല. സോ ഇത് സെക്കൻഡ് കമ്പനീസ് ഉണ്ടാക്കുന്ന നമ്മളെടുത്ത് ചെയ്തു. അതൊക്കെയാണ് ഇതിൻ്റെ സ്റ്റോറി പറയാനായിട്ടുള്ളത്. നമുക്ക് എൻജിൻ്റെ പോർഷനും ഇൻറ്റീരിയറും ഒക്കെ ഒന്ന് കണ്ടുകളയാം. ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എൻജിൻ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. വിട്ടോ നല്ല വെയിറ്റ് ഉണ്ട്. സോ ഇപ്പോഴത്തെ മോഡേൺ വണ്ടികളിൽ വരം പോലെ ഉള്ള ഒരു സെറ്റപ്പ് അല്ല. നമുക്ക് വ്യക്തമായിട്ട് കാണാം എന്തൊക്കെയുണ്ട്, എന്തില്ല എന്നുള്ളത്. എക്സ്ട്രാ ഒന്നുമില്ല. എൻജിൻ, ഗിയർ ബോക്സ്, അതിന് ആവശ്യമുള്ള വയറിംഗ് മാത്രമുണ്ട് വണ്ടി. സോ ഇതിപ്പോൾ വന്നിട്ട് ഒറിജിനൽ ഫിയറ്റിൻ്റെ എൻജിൻ തന്നെയാണ്. ബട്ട് ദിസ് ഈസ് എ ലേറ്റ് മോഡൽ എൻജിൻ. അപ്പോൾ അതായത് വണ്ടി 88 ആണെങ്കിലും ഫിയറ്റ് പ്രീമിയർ പദ്മിനി S1 എന്ന് പറഞ്ഞൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ പവർ കൂടിയതും കുറച്ചുകൂടെ എക്കണോമിക്കലായിട്ടുള്ളൊരു മോഡലായിരുന്നു S1. അപ്പോൾ ഞാൻ എടുത്തപ്പോഴേ ഇറ്റ് വാസ് ഫിറ്റഡ് വിത്ത് ദാറ്റ് എൻജിൻ. അപ്പോൾ ഇതിൽ റൺ ചെയ്യുന്നത് ഇപ്പോൾ പ്രസൻ്റ്ലി S1 എൻജിനാണ്. സോ S1 എൻജിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സോളക്സ് കാർബറേറ്ററാണ് പറഞ്ഞത്, ഒരു നോർമൽ ഫിയറ്റിൻ്റെ കാർബറേറ്റർ അല്ല. അപ്പോൾ ഒരു മോർ റിഫൈൻ കാർബറേറ്ററാണ് വന്നിരിക്കുന്നത്. പവറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പവർ കമ്പനി പറയുന്ന 58 bhp ആണ്, 58 bhp. ആൻഡ് ഓക്കെ, പ്രിറ്റി ഗുഡ്. ബട്ട് മൈലേജ് നോക്കുമ്പോൾ വൺ മോർ ഫാക്ടർ ടു കൺസിഡർ. പെട്രോൾ വണ്ടിയാണെങ്കിൽ മൈലേജ് വളരെ കുറവാണ്. ഓൾമോസ്റ്റ് 10 to 11 km/l കിട്ടുള്ളൂ. ബട്ട് ഇപ്പോൾ നിങ്ങൾ മൈലേജ് ആണ് നോക്കുന്നതെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ ടു ഗോ ഫോർ ഡീസൽ ഫിയറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 22 വരെ മൈലേജ് വരും സുഖമായിട്ട്. ഇതിനിപ്പം റീബിൽഡ് എല്ലാം കഴിഞ്ഞ് ഐ എം ഗെറ്റിംഗ് അറൗണ്ട് 8 to 9 ഹൈവേയിൽ. ആൻഡ് ദെൻ സിറ്റിയിൽ പോകുമ്പോൾ നല്ലോണം കുറയാനുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഏകദേശം എത്ര കിട്ടും? 6-5 ഒരു ബെൻസ് കൊണ്ടു നടക്കുന്ന ഒരു മൈലേജ് ആണ് ഇതിനും വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ കായൽ പോലെ പെട്രോൾ അടിക്കേണ്ടി വരും സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഓടിക്കണം എന്നുണ്ടെങ്കിൽ. അതെ, ഞാൻ ഡെയിലി ഡ്രൈവിന് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല വണ്ടി. ഇറ്റ് ഇസ് ജസ്റ്റ് ഫോർ എ വീക്കെൻഡ് ക്രൂസ്. നമ്മൾ വീക്കെൻഡിൽ ഒന്ന് ചില്ല് ചെയ്യാനോ
അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ മാത്രമേ ഞാനിത് യൂസ് ചെയ്യാറുള്ളൂ ഒരു ഡെയിലി ഓട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ഡിഫിക്കൽട്ടീസ് വരും ആൻഡ് പ്രോബ്ലംസ് മേ കം. അപ്പം ലിമിറ്റഡ് യൂസ് വെൻ യു വാണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ ചുമ്മാ ഓട്ടിക്കാൻ ഒരു എൻജോയ്മെൻറ്റിനൊക്കെ കൊണ്ടുപോകാൻ. ഇതിപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ വഴി കൂടെ ഒക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ മറ്റുള്ളവർ കാണുന്നത്, അതുപോലെ ആരെങ്കിലും എക്സൈറ്റഡ് ആയിട്ട് ഇത് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുമോ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി ബാംഗ്ലൂർ സ്ട്രീറ്റ്സിൽ കൂടെ പോകുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമായ ഒരു കാഴ്ച തന്നെയാണ്. കാരണം മെനി പീപ്പിൾ, ഒരുപാട് പേരിങ്ങനെ പെട്ടെന്ന് വന്ന് നിർത്തി നൈസ് കാർ, നൈസ് വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പോകാറുണ്ട്. പിന്നെ ബൈക്കിൽ കൂടെ സൈഡിൽ കൂടെ വന്നിട്ടായാലും ഒരുപാട് പേര് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര റെസ്പോൺസാണ് നമുക്ക് ക്രൗഡ്സിൽ നിന്ന് കിട്ടുന്നത്. എസ്പെഷ്യലി കുറച്ച് ക്രൗഡഡ് ഏരിയ, കുറച്ച് ലൈക്ക് ചർച്ച് സ്ട്രീറ്റിലൊക്കെ ഞാൻ ഒരുപാട് കൊണ്ടുപോയപ്പോൾ നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് കിട്ടിയത്. ഒരുപാട് പേര് ഫോട്ടോ എടുക്കുകയും പിള്ളേരൊക്കെ ഒന്ന് ചേർന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയും ചെയ്തു. അപ്പോൾ നല്ലൊരു ഒരു ക്രൗഡ് സ്റ്റോപ്പർ ആയിട്ടുള്ളൊരു വണ്ടിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ പെയിൻറ്റും ഐ വാണ്ടഡ് സംതിങ് നമ്മൾ ഐ ക്യാച്ചിങ് ആയിട്ടുള്ളൊരു പെയിൻറ്റ് തന്നെയാണ് വേണ്ടിയിരുന്നത്. സോ അങ്ങനെ തേടി ഫൈനലി ഐ സെറ്റിൽഡ് ഓൺ ദിസ് ബ്ലൂ. ഇത് വന്നിട്ട് നമ്മുടെ സെലേറിയോ ഫാക്ടറി വരുന്ന ബ്ലൂ ഇത് തന്നെയാണ്. നമ്മളെ പഴയ മോഡൽ, ഇപ്പോഴത്തെ സെലേറിയോ അല്ല, ഐ തിങ്ക് 2015 മോഡൽ സെലേറിയോ ഒക്കെ ഈ ഒരു കളറിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലിപ്പ് വരുന്നുണ്ട് കളറിന്. ഒരു ഇരുട്ടത്ത് കാണുമ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡും നല്ല ബ്രൈറ്റ് സൺഷൈനിൽ നല്ലൊരു ലൈറ്റിഷ് ബ്ലൂ ആയിട്ട് കാണാൻ പറ്റും. നല്ല മെറ്റാലിക്സും ഉണ്ട് പെയിന്റ്. പിന്നെ ഒരു ക്ലാസിക് കാർ എന്ന് പറയുമ്പം ഒരു 2 ടോൺ ആണല്ലോ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ടോൺ ലുക്കിലോട്ട് തന്നെയാണ് ഞാൻ പോയിരിക്കുന്നത്. ഇതിപ്പോൾ നോർമൽ വൈറ്റ്, പേൾ വൈറ്റ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കോമ്പിനേഷൻ ആണ് ബ്ലൂ വൈറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇന്റീരിയറിനെ പറ്റി ഒന്ന് നോക്കാം. അപ്പോൾ ഇൻറ്റീരിയർ ഞാൻ കംപ്ലീറ്റ്ലി റീഡു ചെയ്തു. ക്ലാസിക്കൽ ബ്രൗണിഷ് സ്റ്റാൻഡിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ബ്ലൂ ആയിട്ട് നല്ലൊരു കോൺട്രാസ്റ്റ് വരുന്ന ഒരു കളർ തന്നെയാണ്. പിന്നെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ്സ് വന്നിട്ട് നിങ്ങൾ യൂഷ്വലി ഒരു ഫിയറ്റിൽ കാണുന്ന ബക്കറ്റ് സീറ്റ്സ് അല്ല, ഒരു ബെഞ്ച് സീറ്റാണ് കാണുന്നത്. ഫുൾ ഒരു ബെഞ്ച് ആയിരിക്കും. പക്ഷേ ഇതിൽ വന്നിട്ട് ദീസ് വെയർ ബക്കറ്റ് സീറ്റ്സ്, കമ്പനിയിൽ നിന്ന് വന്ന ബക്കറ്റ് സീറ്റ്സ് ആണ്. അതാണ് ഈ വണ്ടിയുടെ ഒരു സ്പെഷ്യാലിറ്റി. ഇപ്പോൾ പലരും വിചാരിക്കുന്ന ഒരു ഫിയറ്റോ അംബാസഡർ എന്നും പറയുമ്പോൾ ഒരു ബെഞ്ച് സീറ്റാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ബട്ട് ഞാനും വിചാരിച്ചത് ഇത് പിന്നെ ഫിറ്റ് ചെയ്ത ഒരു സീറ്റാണെന്നാണ് വിചാരിച്ചത്. ബട്ട് ലേറ്റർ ഓൺ ഞാൻ കുറേ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു പ്രീമിയർ പദ്മിനിയുടെ ബ്രോഷർ എനിക്ക് ഓൺലൈൻ കിട്ടി. അപ്പോൾ അത് തുറന്നു നോക്കിയപ്പോൾ അതിലെ വണ്ടിയിലുള്ളത് ഈ സീറ്റ്സാണ്, ബക്കറ്റ് സീറ്റ്സ് വിത്ത് പുഷ് ബാക്ക്. അപ്പോൾ ഐ തിങ്ക് ഇത് വന്നിട്ട് ലേറ്റ് മോഡൽ S1 വന്ന സീറ്റ്സ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് വലിയൊരു പ്ലസ് ആണ്. നമ്മൾ യൂഷ്വലി റെഗുലർ കാണുന്ന ഫിയറ്റിലെല്ലാം ഒരു ബെഞ്ച് സീറ്റാണ് സാധാരണ കാണാറുള്ളത്. ബട്ട് ഇതിപ്പോൾ ഒരു ബക്കറ്റ് സീറ്റ്, നമുക്ക് പുഷ് ബാക്ക് ഉണ്ട്, നമുക്ക് സ്ലൈഡ് ചെയ്യാം. പക്ഷേ വണ്ടിയുടെ ഒറിജിനാലിറ്റിയും പോകണില്ല, കാരണം ഇത് ഫിയറ്റിലുള്ള സീറ്റ്സ് തന്നെയാണ്. ഇപ്പോൾ ഇന്റീരിയർ ചെയ്തതിന് മൊത്തം എത്രയായി? ഇന്റീരിയർ ഇപ്പം സ്കൈസ് ലിമിറ്റ് ഇന്റീരിയർ ചെയ്യാനായിട്ട്. പക്ഷേ നമ്മുടെ പരിചയത്തിലൊരു വർക്ക്ഷോപ്പിൽ ലെതർ ആളാണ് ചെയ്തത് ഇന്ദിരാനഗറിൽ. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 20,000 റുപ്പീസോളം ആയിട്ടുണ്ട് ഇന്റീരിയർ ചെയ്യാൻ മാത്രമായിട്ട്. അപ്പോൾ ഈ ഗിയറിന്റെ സിസ്റ്റം ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ സ്റ്റിയറിംഗിൽ ഒരു ഹോളുണ്ട്. ഓക്കെ, ഇപ്പോൾ വണ്ടിയിൽ വരുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് നമ്മുടെ ഹാൻഡ് ഗിയർ ആണ്. അതായത് ഈ സ്റ്റിയറിംഗ് കോളത്തിൽ തന്നെ വരുന്ന ഒരു ഗിയർ സിസ്റ്റമാണ് ഈ വണ്ടിയിലുള്ളത്. ബട്ട് ഇതിൻ്റെ പ്രീവിയസ് ഓണർ ഇതിൻ്റെ കൺവേർഷൻ ചെയ്തിട്ടുണ്ട് ഫ്രം കോളം ഗിയർ ടു എ ഫ്ലോർ ഗിയർ. അപ്പോൾ കോളം ഗിയർ എൻ്റെ ഹൈറ്റിന് കുറച്ച് കഷ്ടമുണ്ട്. സോ ഐ ഡിസൈഡഡ് നോട്ട് ടു ഗോ ബാക്ക് ടു കോളം ഗിയർ. ഹാൻഡ് ഗിയർ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു നോർമൽ വണ്ടി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഗിയർ മാറ്റാവുന്നതേ ഉള്ളൂ. അതെ, ഗിയർ ബോക്സും വളരെ സ്മൂത്താണ്. ഞാൻ വണ്ടി വാങ്ങിക്കുമ്പോൾ തൊട്ടേ ഗിയർ ബോക്സ് നല്ല കണ്ടീഷനായിരുന്നു. സോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ റീബിൽഡ് ചെയ്യാനും വന്നിട്ടില്ല. ഗിയർ ബോക്സ് നല്ല കണ്ടീഷനായിട്ട് എനിക്ക് റീബിൽഡ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ വന്നിട്ട് കീ വന്നിട്ട് യൂഷ്വലി നോർമൽ കാർസിലൊക്കെ സൈഡിലാണ്, പക്ഷേ ഇതിൽ വന്നിട്ട് കമ്പനീനെ സെൻട്രലാണ് കീ വരുന്നത്. അങ്ങനെ ആൻഡ് കമ്പയർ ടു ഓൾ ദ മോഡേൺ കാർസ് നമുക്ക് ദിസ് വാസ് എ ലക്ഷറി കാർ. അപ്പോൾ നമുക്ക് ആഷ്ട്രേ ഒക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റാതെ നല്ല ക്രോം പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ ബാക്ക് ഡോറിലും ഇവിടെ ഇങ്ങനെ ഒരു ആഷ്ട്രേ കൊടുത്തിട്ടുണ്ട്. ആ ഡോറിലും ഈ ഡോറിലും ഇല്ല, ഒരു ഡോറിൽ മാത്രമേ ആഷ്ട്രേ വരുള്ളൂ. ഓക്കെ. അപ്പോൾ ഇന്റീരിയർ ഒക്കെ കണ്ടു, നല്ല സൂപ്പർ ആയിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എബിൻ്റെ ഒരു
ഡെഡിക്കേഷൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും റിസൾട്ട് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു വണ്ടി ഇത്രയും എമൗണ്ട് കൊടുത്ത് നിങ്ങൾ പണിതെടുത്തു, അപ്പോൾ വീട്ടുകാരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ് സത്യത്തിൽ? വീട്ടുകാർക്ക് ആദ്യമേ വളരെ എതിർപ്പുണ്ടായിരുന്നു, ഒരുപാട് എതിർത്തു അവർ. ഒരു പഴയ വണ്ടി എടുത്ത് നിനക്ക് എപ്പോഴും റോഡിൽ കിടക്കും, ബ്രേക്ക് ഡൗൺ ആവും, പിന്നെ പൈസ ഒരുപാട് ചിലവാകും, റെഗുലറായിട്ട് പൈസ കുറേ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും ഞാൻ വകവയ്ക്കാതെയാണ് പോയി എടുത്തുകൊണ്ട് വന്നത്. പിന്നെ പപ്പ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. പപ്പ പിന്നെ എന്തായാലും ഇവനി തിരിയാൻ പോണില്ല, ഇവനി ഇതിൽ പോണില്ലെന്ന് ഒരു ഫിക്സായി. പിന്നെ പപ്പയുടെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റിൽ പപ്പ എനിക്ക് ഫിനാൻഷ്യലി ഷോർട്ടേജ് വന്നപ്പോഴൊക്കെ പപ്പ ഒരുപാട് നല്ല സപ്പോർട്ട് ചെയ്തു. മമ്മി ഇപ്പോഴും വലിയ ഇഷ്ടമില്ല എന്നല്ല, ബിക്കോസ് മെയിൻ്റനൻസ് കൂടും, നമുക്ക് എന്തായാലും മെയിൻ്റനൻസ് പ്രോബ്ലം വരും. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ മമ്മിക്ക് കുറച്ച് കലിപ്പുണ്ട്. ബട്ട് ഓക്കെ, ഫൈൻ, ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്, കുഴപ്പമില്ല. കാരണം എൻ്റെ ഇഷ്ടപ്രകാരം ഒരു വണ്ടി എടുത്തു ആൻഡ് ഐ ആം സാറ്റിസ്ഫൈഡ്. അതല്ലേ നമുക്ക് ഏറ്റവും വേണ്ടത്. അപ്പോൾ എന്തായിരുന്നാലും എബിൻ്റെ ഈ ഒരു പാഷനും ഡെഡിക്കേഷനും ഒക്കെ ഇനിയും നല്ല രീതിയിലേക്ക് വരട്ടെ. ഇനിയും ഇതുപോലത്തെ വിൻറ്റേജ് കാറുകളൊക്കെ എടുക്കാനായിട്ട് സഹായിക്കട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. യാദൃശ്യമായിട്ടാണ് എബിനെ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ മീറ്റ് ചെയ്തത്. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ എബിനെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ, വിൻറ്റേജ് കാറുകളെയും ബൈക്കുകളെയൊക്കെ സ്നേഹിക്കുന്ന. അപ്പം അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് വലിയൊരു കാര്യമായിരിക്കും തീർച്ചയായിട്ടും. അപ്പം എബിൻ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.